ടാറ്റാക്ക് ടാറ്റാക്കെന്നാ എന്നാ ആമിക്ക് ടാറ്റാക്ക് ആമി ടാറ്റാ പോയാ ഓത്തോ ഓത്തോ ഇന്ത്യൻ്റെ ഫ്ലാഗ് അല്ല കുത്തിയുടെ ഡ്രസ്സിന് ആമിനെടുത്തോ ആ കൊടുക്ക് യെല്ലോ അല്ല അത് പിങ്ക് കൊടുക്ക് അതെന്ത് കൊടുക്കണ അതിന്റെ കളർ കൊടുത്തോ കളർ ഉണ്ടടാ എന്റെ പേരെന്ത് ഈ കളറിന്റെ അല്ല ക്രയോൺസ് ക്രയോൺസ് ഇതിന്റെ പേരെന്ത് പാണ്ട പാണ്ട പാണ്ണാല പാണ്ട പാണ്ടാല പാണ്ട നോ പാണ്ട ആയി പാണ്ട ഇത് കൊടുക്കും ബ്ലാക്ക് ബ്ലാക്ക് പാണ്ടാന്റെ കാലെല്ലാം ഗ്രീൻ ആക്കിയാണ് ബ്ലാക്ക് അല്ല ഗ്രീനാ അല്ല അല്ല അതോ മോളെ ഉറക്കിയിട്ടിട്ട് ഞാൻ വിചാരിച്ച് നോമ്പ് തുറക്കാനുള്ളതല്ല ഇപ്പം എന്നെ തുടങ്ങാൻ കുറച്ചായിട്ട് ഓളണിച്ചിട്ടുണ്ട് അമ്മ എന്തൊന്നും എടുക്കുന്നില്ല അങ്ങനെ മുത്താറി ഉണ്ട് അതിന് കുറച്ചത് വറുത്തിട്ട് എടുക്കുന്നുണ്ട് ജ്യൂസാക്കാലിട്ട് പിന്നെ മുട്ട ബോയിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഓളണിച്ചും കൊടുക്കാലിട്ട് പിന്നെ ചിക്കന് പുറത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കറി വെക്കാം പിന്നെ ഏവ പോകുമ്പോൾ പറഞ്ഞു കബാബ് വേണോ കട്ട്ലേറ്റ് വേണോ എന്നല്ലോ അങ്ങനെ അതിനും പുറത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ മുത്താറി വറുത്തിട്ട് നല്ല പൊട്ടിയിട്ട് മണം വരുമ്പോഴേക്ക് ഇങ്ങനെ ഇറച്ചിയെടുക്കണം ഇറക്കുമ്പോഴേക്ക് നമ്മൾ ബെല്ലും ഏലക്കാവും തേങ്ങാവും ഇടണവാ നല്ല പോലെ ഇറച്ചിയെടുക്കണം തുണിയിലങ്ങ് നല്ലത് കോട്ടൻ്റെ തുണിയിലങ്ങ് അങ്ങനെ അപ്പോഴേക്ക് ഞാൻ അണിച്ചിട്ടുണ്ട് അതിന് ഒക്കെ മുട്ട കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പെല്ലാം ഇട്ടിട്ട് സ്റ്റെപ്പിലിരിക്കുന്നതാ ഫുള്ളായിട്ട് അരച്ചിട്ടുണ്ടായിട്ട് ആ പകുതിയിൽ നിന്ന് മുളണിച്ചതുകൊണ്ട് ഒക്കെ കൊടുക്കാലിട്ട് പോയത് പിന്നെ ഏലക്ക ഞാൻ 4 ഇട്ടിട്ടുണ്ട് അതിന് നല്ലപോലെ അരച്ചിട്ട് തുണിയിലെടുത്തങ്ങ് നല്ലത് പിഴിഞ്ഞിട്ട് ഞാൻ അരപ്പെല്ലാം എടുത്തത് പിന്നെ ചിക്കന് ഉപ്പും മുളകെല്ലാം ഇട്ടിട്ട് വേവാൻ വെച്ചിട്ടുണ്ട് പിന്നെ മസാല ആക്കാനുള്ള ഉള്ളിയെല്ലാം അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ മുകളിലുള്ളതുകൊണ്ട് അങ്ങനെ എല്ലാം ഒന്നിച്ചിട്ട് പറ്റുന്നില്ല ഇത് കറിക്ക് വേണ്ടിയിട്ട് കുറുമ കറി വെക്കാനായിട്ട് തേങ്ങ എല്ലാം വറുക്കുന്നുണ്ട് പിന്നെ അരച്ച് വെച്ചത് ഇതിലേക്ക് ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് മല്ലിച്ചപ്പെല്ലാം ഇട്ടിട്ട് പിന്നെ ഇതാ മസാല ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് കബാബും പിന്നെ റോൾ ഉണ്ടാക്കാൻ അരിച്ച് പിന്നെ അവൾക്ക് പുഡിങ് ആക്കാനായിട്ട് പാല് തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കബാബ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് ഏവാക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇത് ഉണ്ടാക്കിയത് വാമിനെല്ലാം സ്കൂൾ വിട്ടിട്ട് വന്ന സമയം ഇത് 4:30 മണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉണ്ടതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റുന്നില്ല ഇത് നമ്മളെ നാട്ടിൽ കട്ടുക്കുട്ടു വറുത്തരച്ചതെല്ലാം പറയുന്നത് ഞാൻ മേങ്ങിയതാ പിന്നെ റോള് ചൂടാക്കിയിട്ട് പെട്ടെന്ന് ഞാൻ മൈദപ്പൊടിയെല്ലാം കലക്കിയിട്ട് വെച്ചിട്ടുണ്ട് റോള് ചുട്ടിട്ടുണ്ടായിരുന്നു ഒക്കെ മദ്രസ ഉണ്ട് വൈകുന്നേരം 5:30 മണിക്ക് അങ്ങനെ ഓള് പോയിട്ടുണ്ടായിരുന്നു ഓളില്ല നോമ്പ് തുറക്കാൻ ഞാൻ ഒറ്റക്കവാ അതൊരു ബേജാറന്നായിപ്പോയി ഫസ്റ്റ് തന്നെ നോമ്പിന് ഒറ്റയ്ക്ക് തന്നെയായിട്ട് ആരുമില്ല പിന്നെ 10 ഞാൻ മുമ്പ് തന്നെ ചുട്ടിട്ട് വെക്കുമോ മക്കളുള്ളതുകൊണ്ട് നോമ്പ് തുറന്നിട്ട് അങ്ങനെ ഒന്നും പറ്റുന്നില്ല നോമ്പ് തുറക്കാൻ ഇരുന്നിട്ടുണ്ടാവുക ഇത് ഞാൻ ഉണ്ടാക്കിയ ജ്യൂസ് നല്ല ഉണ്ടാവുക